ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ സഭയുടെ ആദ്യ ലക്ഷണമായ സഭ ഏകമാണ് എന്ന അധ്യായത്തിലാണ് വന്നു നിൽക്കുന്നത്. എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? സഭ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു? സഭ വിശ്വാസികളുടെ കൂട്ടായ്മയായത് എങ്ങനെ? ഈ കൂട്ടായ്മ നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അല്ലേ? സഭ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു? ഈശോയുടെ ആഗ്രഹമായിരുന്നു തൻ്റെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നാം ഓരോരുത്തരും ഐക്യപ്പെടുന്നതിന് വേണ്ടി ഈശോ തൻ്റെ സ്വന്തം ജീവൻ പരിത്യജിച്ച് സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ സഭ സ്ഥാപിച്ചു, അല്ലേ? ഇനി സഭ വിശ്വാസികളുടെ കൂട്ടായ്മയായി മാറിയതെങ്ങനെയാ? ഈശോയുടെ ആഗ്രഹപ്രകാരം സ്ലീഹന്മാർ സുവിശേഷ പ്രഘോഷണം വഴി മിശിഹായിൽ വിശ്വസിച്ചിരുന്നവരുടെ ഒരു സമൂഹമുണ്ടായി. ആ സമൂഹം ഒരു കൂട്ടായ്മയായി മാറി. ഈ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ട 3 കാര്യങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് കണ്ടത്. എന്തൊക്കെയായിരുന്നു 3 കാര്യങ്ങൾ? വിശ്വാസപരമായ ഐക്യം, കൂദാശകളിലുള്ള ഐക്യം, ശ്ലൈഹികമായ ഐക്യം. വിശ്വാസപരമായ ഐക്യത്തിൽ പ്രധാനമായും കണ്ടത് വിശ്വാസമാണ് എന്തിൻ്റെയും അടിസ്ഥാനമായി വേണ്ടത്, അല്ലേ? ഏകദൈവത്തിലുള്ള വിശ്വാസം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏകദൈവത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പിന്നീട് കൂദാശകളിലുള്ള ഐക്യമാണ്. കൂദാശകളിൽ 7 എണ്ണത്തിൽ 2 എണ്ണം പ്രധാനമായും നമ്മളെ ഐക്യപ്പെടുത്താൻ വേണ്ടിയുള്ള കൂദാശകളാണ്. ഏതൊക്കെയായിരുന്നു ആ കൂദാശകൾ? മാമുദിസയും വിശുദ്ധ കുർബാനയും. മാമുദിസ വഴി നാം സഭയിൽ അംഗമായി മാറുന്നു. വിശുദ്ധ കുർബാന വഴി ഒരേ അപ്പത്തിൽ നിന്ന്, ഈശോയുടെ ശരീരവും രക്തവുമായ ഒരേ അപ്പത്തിൽ നിന്ന് നാം സ്വീകരിച്ച് സഭയോട് ഐക്യപ്പെടുന്നു. മൂന്നാമത്തേതാണ് ശ്ലൈഹികമായ ഐക്യം. ഒരു ശ്ലൈഹിക പാരമ്പര്യമുണ്ട്, അല്ലേ? സ്ലീഹന്മാരുടെ പിന്തുടർച്ചക്കാരായ മെത്രാന്മാരോടും മാർപ്പാപ്പയോടും ചേർന്ന് നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് 2ാം ഭാഗത്തിൽ പ്രധാനമായും കാണുന്നത് 2 ചിന്തകളാണ്. സഭകളുടെ കൂട്ടായ്മയായി മാറിയതെങ്ങനെ? രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം സഭയായ സീറോ മലബാർ സഭ. ആദ്യത്തേത് നോക്കാം. സഭകളുടെ കൂട്ടായ്മയായി മാറിയത് എങ്ങനെ? നമുക്കറിയാം, സഭ മിശിഹായുടെ ശരീരമാണ്. സഭ മിശിഹായുടെ ശരീരമാണെന്നുള്ള ഒരു ഉറച്ച ബോധ്യം എന്ന് നമ്മളിൽ വരുന്നുവോ അന്നാണ് നമ്മൾ സഭയെ ഉൾത്തുറന്ന് സ്നേഹിക്കാൻ കഴിയുക. നമുക്ക് എല്ലാവർക്കും ഈശോയെ ഇഷ്ടമാണ്, അല്ലേ? അപ്പോൾ ഈശോയുടെ ശരീരത്തെ നമുക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈശോയുടെ ശരീരമാണ് സഭ. ഈശോയുടെ ശരീരമായ സഭ എന്നുള്ള ബോധ്യം നമ്മളിൽ എന്നുണ്ടാകുന്നുവോ അന്നാണ് നാം ഈശോയെ ഉള്ളു തുറന്ന് സ്നേഹിക്കുള്ളൂ, അല്ലെങ്കിൽ സഭയെ ഉള്ളു തുറന്ന് സ്നേഹിക്കുള്ളൂ. ആ ഉള്ളു തുറന്നുള്ള സ്നേഹം നമുക്ക് വരണം. ഈ സഭയിൽ വിശ്വാസ സമൂഹം പലവിധ വ്യക്തിസഭകളായിട്ടാണ് നിലകൊള്ളുന്നത്. വിശ്വാസ സമൂഹം പലവിധ വ്യക്തിസഭകളായിട്ടാണ് നിലകൊള്ളുന്നത്. എങ്ങനെയാണ് ഈ വ്യക്തിസഭകൾ ഉണ്ടായത്? അപ്പോൾ എങ്ങനെ നമുക്ക് ഏകമാണെന്ന് പറയാൻ പറ്റും? ഈ വ്യക്തിസഭകൾ ഒരേ അധികാരത്തോടുകൂടി, ഒരേ അധികാരത്തിൽ, സഭയുടെ അധികാരം ആർക്കാണ്? പരമാധികാരം മാർപ്പാപ്പയ്ക്കാണ്. അപ്പോൾ ഒരേ അധികാരമായ മാർപ്പാപ്പയുടെ കീഴിൽ ഈ വ്യക്തിസഭകളെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ സഭ ഏകമായിത്തീരുന്നു, അല്ലേ? ഒരേ അധികാരത്തിന് കീഴിൽ ഈ 24 സഭയിൽ 24 വ്യക്തിസഭകളാണുള്ളത്. 24 വ്യക്തിസഭകൾ ഒന്നായിത്തീരുമ്പോൾ സഭ ഏകമായിത്തീരുന്നു. ഈ പലവിധ വ്യക്തിസഭകൾക്കും അതിൻ്റേതായ വൈവിധ്യങ്ങളുണ്ട്, അതിൻ്റേതായ സംസ്കാര ശൈലികളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവർക്കുള്ള പൊതുവായ ഏകീകൃത സ്വഭാവം എന്ന് പറയുന്നത് ഇവർ ഒരേ അധികാരത്തിന് കീഴിൽ വരുന്നവരാണ്. ഒരേ അധികാരത്തിന് കീഴിൽ വരുന്നതാണ്. മാർപ്പാപ്പയുടെ കീഴിൽ വരുന്നവരാണ്. പിന്നിൽ ഇവരുള്ള പൊതു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഏകദൈവത്തിലുള്ള വിശ്വാസമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഏകദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഇവർ നിലനിൽക്കൊള്ളുന്നു. ഇപ്പം 24 വ്യക്തിസഭകൾ ഉണ്ടായാൽ തന്നെയും ഈ 24 വ്യക്തിസഭകളും ഒരേ അധികാരത്തിൽ, ഒരേ വിശ്വാസത്തിൽ, ഒരേ കീഴിൽ ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, ഈ സഭകളുടെ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ അല്ലെങ്കിൽ തിരുസഭ, അല്ലേ? ഇനി ഈ വ്യക്തിസഭകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളിലാണ് ഈ വ്യക്തിസഭകൾ നിലകൊള്ളുന്നത്. ആദ്യത്തേത് ആരാധനക്രമം, രണ്ടാമത്തേത് ദൈവശാസ്ത്രം, മൂന്നാമത്തേത് ആധ്യാത്മികത, നാലാമത്തേത് ശിക്ഷണക്രമം. നിങ്ങളിപ്പോൾ ലത്തീൻ ക്രമത്തിലുള്ള ഒരു കുർബാനയും സീറോ മലബാർ ക്രമത്തിലുള്ള ഒരു കുർബാനയും കാണുകയാണെങ്കിൽ ആ കുർബാനകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവയുടെ ആരാധനക്രമങ്ങൾ 2ആണ്. പ്രാർത്ഥനയുള്ള വ്യത്യാസമുണ്ടാകും, പല പ്രാർത്ഥനകളായിരിക്കാം. അപ്പോൾ അവരുടെ പ്രാർത്ഥനകളിൽ വ്യത്യാസമുണ്ട്. അവർ 2 ആരാധനക്രമങ്ങളാണ് പിന്തുടരുന്നത്. അപ്പോൾ ലത്തീൻ അല്ലെങ്കിൽ റോമൻ കാത്തലിക് എന്ന് പറയുന്ന ഒരു വ്യക്തിസഭയാണ്. സീറോ മലബാർ സഭ എന്ന് പറയുന്നത് അടുത്ത വ്യക്തിസഭയാണ്. അപ്പോൾ ആരാധനക്രമത്തിലുള്ള വ്യത്യാസം പലവിധ വ്യക്തിസഭകളെ
മാറ്റി നിർത്തുന്നു, പലവിധ വ്യക്തിസഭകളാക്കി മാറ്റുന്നു. രണ്ടാമത്തേതാണ് ദൈവശാസ്ത്രം, തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പഠനകാര്യങ്ങൾ. മൂന്നാമത്തേത് ആധ്യാത്മികത. നാലാമത്തേത് ശിക്ഷണക്രമം. അങ്ങനെ ഈ പലവിധ വ്യക്തിസഭകൾ ഒരിക്കലും സഭയുടെ ഐക്യത്തെ, തിരുസഭയുടെ ഐക്യത്തെ തകർക്കുകയല്ല, മറിച്ച് തിരുസഭ എന്ന് പറയുന്നത് പലവിധ വൈവിധ്യങ്ങളാലും സംസ്കാരങ്ങളാലും സമ്പന്നമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഈ വ്യക്തിസഭകൾ എന്തെല്ലാം ആരാധനക്രമങ്ങളാണ് പിന്തുടരുന്നതെന്ന് നോക്കാം. പ്രധാനമായും പാശ്ചാത്യ സംസ്കാരമുണ്ട്, പൗരസ്ത്യ സംസ്കാരമുണ്ട്. പ്രധാനമായും 6 പുരാതന ആരാധനക്രമ പാരമ്പര്യങ്ങളാണ് ഈ 24 വ്യക്തിസഭകൾ പിന്തുടരുന്നത്. ഇതിൽ പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ പാശ്ചാത്യ പുരാതന ആരാധനക്രമമായ റോമൻ പിന്തുടരുന്നത് ലാറ്റിൻസ് ആണ്, ലാറ്റിൻകാർ. പിന്നെയുള്ളത് 5 പൗരസ്ത്യ പുരാതന ആരാധനക്രമങ്ങളാണ്. അവ ഏതൊക്കെയാണ്? ബൈസാൻഡിയൻ ആണ് ഏറ്റവും കൂടുതൽ വ്യക്തിസഭകൾ പിന്തുടരുന്ന ആരാധനക്രമം. രണ്ടാമത്തേത് അന്ത്യോക്യൻ ആണ് സീറോ മലങ്കര സഭ പിന്തുടരുന്ന ആരാധനക്രമം. മൂന്നാമത്തേത് അലക്സാണ്ട്രിയയിൽ 2 വ്യക്തിസഭകളാണ് അലക്സാണ്ട്രിയൻ ആരാധനക്രമം പിന്തുടരുന്നത്. മൂന്നാമത്തേത് കാൽഡിയൻ നമ്മൾ സീറോ മലബാർ സഭ പിന്തുടരുന്ന ആരാധനക്രമമാണ് കാൽഡിയൻ. നാലാമത്തേത് അർമേനിയൻ. അപ്പോൾ 5 പൗരസ്ത്യ പുരാതന ആരാധനക്രമങ്ങളും 1 പാശ്ചാത്യ ആരാധനക്രമമാണ് ഉള്ളത്. ഇതുപോലെ 6 വ്യത്യസ്ത പുരാതന ആരാധനക്രമങ്ങൾ പിന്തുടരുന്നവയാണ് 24 വ്യക്തിസഭകൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ഭാഗമാണ് സീറോ മലബാർ സഭ. നമ്മളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സീറോ മലബാർ സഭ എന്താണ്? നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒരു ആൻസർ ഞാനൊരു മാർത്തോമ ക്രിസ്ത്യാനിയാണെന്നായിരിക്കും. നമ്മുടെ പൈതൃകമായി വേരൂന്നി കിടക്കുന്ന ഒരു പേരാണ് മാർത്തോമ ക്രിസ്ത്യാനി അല്ലെങ്കിൽ മാർത്തോമ നസ്രാണി എന്നുള്ളത്. സീറോ മലബാർ സഭയുടെ വേറെ പേരാണ് മാർത്തോമ നസ്രാണി. എന്താണ് സീറോ മലബാർ സഭ? മാർത്തോമ ശ്ലീഹായുടെ സുവിശേഷ വെളിച്ചം സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹമാണ് സീറോ മലബാർ സഭ അല്ലെങ്കിൽ മാർത്തോമ നസ്രാണികൾ. ഈ മാർത്തോമ AD 52 തോമസ് ശ്ലീഹ ഭാരതത്തിലേക്ക് വന്ന് ഈശോയെ പറ്റി സുവിശേഷ പ്രഘോഷണം നടത്തി ഈശോയിൽ വിശ്വസിച്ചിരുന്നവരുടെ സമൂഹമാണ് സീറോ മലബാർ സഭ. അന്ന് മാർത്തോമ ശ്ലീഹ നമുക്ക് തന്ന വിശ്വാസ പാരമ്പര്യം ഇന്നും അതേപടിയോടെ പിന്തുടരുന്ന വ്യക്തിസഭകളിൽ ഒന്നാണ് സീറോ മലബാർ സഭ. വിശുദ്ധ തോമസ് ശ്ലീഹ പകർന്നു തന്ന വിശ്വാസ പാരമ്പര്യം അതേപടി കാത്തു സൂക്ഷിക്കാൻ സീറോ മലബാർ സഭയ്ക്ക് കഴിഞ്ഞു. ഈ സീറോ മലബാർ സഭ റോമൻ സാമ്രാജ്യത്തിന് പുറത്താണ് വളർന്നുവെങ്കിലും മാർപ്പാപ്പയോട് അതിൻ്റെ കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന സഭയാണ് സീറോ മലബാർ സഭ. സീറോ മലബാർ സഭ പിന്തുടരുന്ന ആരാധനക്രമ രീതി നമ്മൾ നേരത്തെ കണ്ടതുപോലെ 6 പുരാതന ആരാധനക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കാൽഡിയനിൽ പെടുന്നതാണ് സീറോ മലബാർ സഭ. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് കൽദായ സഭയും സീറോ മലബാർ സഭയും പിന്തുടരുന്നത്. ഈ സഭയിൽ സഭാമക്കള് മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് സഭയിലുള്ള എല്ലാവരും വിശ്വാസത്തിലും ഐക്യത്തിലും കൂദാശകളിലും ഒന്ന് ചേർന്ന് നിൽക്കുന്നു. നമ്മൾ ഓരോരുത്തരും മാർത്തോമ നസ്രാണികളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യം എന്നും നിലനിർത്തിക്കൊണ്ടു പോകണം. സഭയിലെ അംഗമാണ്. ആ സഭയിലെ അംഗത്വം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് തരാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? നമ്മുടെ കുടുംബം കൂട്ടായ്മയിൽ നിലനിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? എല്ലാവരും എഴുതി. ഞാൻ പറഞ്ഞു സഭ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു? വിശ്വാസപരമായ ഐക്യം ഉണ്ടാവണം, കൂദാശകളിലുള്ള ഐക്യം വേണം, ശ്ലൈഹികമായ ഐക്യം വേണം. അതുപോലെ നമ്മുടെ കുടുംബം, അപ്പൻ അമ്മ മക്കൾ അടങ്ങുന്ന കുടുംബം ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ആക്ടിവിറ്റി. നിങ്ങളെല്ലാവരും അത് ചെയ്തു. നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങളെല്ലാവരും അത് ചെയ്ത് അത് ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ആക്ടിവിറ്റി സീറോ മലബാർ സഭയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ 5 വരിയിൽ ഒതുങ്ങി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാം. അതാണ് ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി. ഇതും നിങ്ങൾ ചെയ്യണം. അപ്പോൾ സീറോ മലബാർ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പഠിച്ചത് സഭയുടെ ആദ്യത്തെ ലക്ഷണമായ സഭ ഏകമാണ് എന്ന അധ്യായമാണ്. സഭ എങ്ങനെയാണ് ഏകമായിരിക്കുന്നത്? ഏകദൈവത്തിലുള്ള വിശ്വാസം, ഒരേ അധികാരത്തിന് കീഴിൽ വരുന്ന വ്യക്തിസഭകളിൽ നിന്നാണ് അത് സഭകളുടെ കൂട്ടായ്മയാകുമ്പോൾ സഭ ഏകമായി മാറുന്നു. നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് പഠിച്ചത്? സഭകളുടെ കൂട്ടായ്മയായി മാറുന്നത് എങ്ങനെ? പിന്നീട് സീറോ മലബാർ സഭയെ പറ്റി പഠിച്ചു. സഭകളുടെ കൂട്ടായ്മയായി മാറുന്നത് എങ്ങനെയാ? 24 വ്യക്തിസഭകളാണ് കത്തോലിക്ക സഭയിൽ, തിരുസഭയിലുള്ളത്. ഈ 24 കത്തോലിക്ക സഭയും പലവിധ വൈവിധ്യങ്ങളാലും സംസ്കാരങ്ങളാലും
സമ്പന്നമാണ്. 24 വ്യക്തിസഭകളും ഒരുമിച്ച് വരുമ്പോഴാണ് കത്തോലിക്ക സഭ രൂപം കൊള്ളുന്നത്. ഇവരെല്ലാവരും ഒരേ അധികാരത്തിന് കീഴിൽ, ഒരേ അധികാരം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്കാണ് പരമാധികാരം. മാർപ്പാപ്പയുടെ കീഴിൽ വരുന്നവരാണ് 24 വ്യക്തിസഭകളും. അതിലൊരു വ്യക്തിസഭയാണ് നമ്മൾ സീറോ മലബാർ സഭ. സീറോ മലബാർ സഭയെ പറ്റി എന്ത് പറയാം? സീറോ മലബാർ സഭ മാർത്തോമ ക്രിസ്ത്യാനികളാണ്. മാർത്തോമയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരാണ്. മാർത്തോമ സ്ലീഹ തന്ന വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സീറോ മലബാർ സഭ. ഇവർ പിന്തുടരുന്ന ആരാധനക്രമം കൽതായ സംസ്കാര രീതി, പുരാതന ആരാധനക്രമമാണ് ഇവർ പിന്തുടരുന്നത്. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം. സീറോ മലബാർ സഭയ്ക്ക് തനതായ വ്യക്തിത്വവും പാരമ്പര്യവുമുണ്ട്. ഈ തനതായ വ്യക്തിത്വവും പാരമ്പര്യവുമുള്ള സീറോ മലബാർ സഭ കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്നു. ഒരേ ദൈവത്തിൽ വിശ്വസിച്ച് ഒരേ കുദാശകളാൽ ഒരേ ഭരണക്രമത്തിൽ കീഴിൽ നിൽക്കുന്നു. അതാണ് സീറോ മലബാർ സഭ. നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഏത് ചാപ്റ്റർ പഠിച്ചത്? സഭ ഏകമാണ്. ആദ്യത്തെ ലക്ഷണമായ സഭ ഏകമാണ്. ഇനി വരുന്ന ചാപ്റ്ററുകളിൽ അതാതുള്ള ലക്ഷണങ്ങൾ, 4 ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സഭ ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ്. അതിൽ ആദ്യത്തെ ലക്ഷണമായ സഭ ഏകമാണ് പഠിച്ചു. സഭ ഏകമാണ് എന്ന വാക്കിനർത്ഥം എന്താ? ഒരുമിച്ച് നിൽക്കുക, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത്? വിശ്വാസത്തിലുള്ള ഐക്യം, കൂദാശകളിലുള്ള ഐക്യം, ശ്ലൈഹികപരമായ ഐക്യം. വിശ്വാസത്തിലുള്ള ഐക്യം എന്ന് വെച്ചാൽ ഏകദൈവത്തിലുള്ള വിശ്വാസം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏകദൈവത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കൂദാശകളിലുള്ള ഐക്യം, വിശുദ്ധ കുർബാനയാണ് കൂദാശകളിലുള്ള ഐക്യപ്പെടുത്തുന്നത് നമ്മെ. വിശുദ്ധ കുർബാന വഴി എങ്ങനെയാണ് ഐക്യപ്പെടുത്തുന്നത്? ഒരേ അപ്പത്തിൽ നിന്ന് പലരായിരിക്കുന്ന മനുഷ്യർ ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അവിടെ ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേതാണ് ശ്ലൈഹികപരമായ ഐക്യം. സഭ എങ്ങനെയാണ് സഭകളുടെ കൂട്ടായ്മയായിട്ട് മാറുന്നത്? 24 വ്യക്തിസഭകൾ സഭയിലുണ്ടെങ്കിലും അതിൻ്റെ വൈവിധ്യമായ പാരമ്പര്യവും സംസ്കാരവും ഉണ്ടെങ്കിലും ഈ വ്യക്തിസഭകൾ ഒന്നു ചേർക്കപ്പെടുന്നത് ഒരേ അധികാരത്തിന് കീഴിലാണ്, ഒരേ വിശ്വാസത്തിലാണ്. ഈശോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരേ അധികാരത്തിൽ കീഴിൽ വരുന്ന 24 വ്യക്തിസഭകൾ ഒന്നായി തീരുമ്പോൾ തിരുസഭ രൂപം കൊള്ളുന്നു. അങ്ങനെ സഭകളുടെ കൂട്ടായ്മയായിട്ട് മാറുന്നു. അപ്പോൾ ഈ സഭയിൽ അംഗമായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ അംഗത്വം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകണം. എപ്പോഴെങ്കിലും അംഗത്വം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, പല വ്യാജ പ്രവാചകന്മാർ വന്നേക്കാം. പക്ഷേ ഈ അംഗത്വം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് സഭാമക്കളായ നാം ഓരോരുത്തരുടെയും കടമയാണ്. മാർത്തോമ സ്ലീഹ തന്ന വിശ്വാസ പാരമ്പര്യം കെടാതെ കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നതും സഭാമക്കളുടെ കടമയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.